നവകേരള സദസ്സിന്റെ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ 24 ന്യൂസിന്റെ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കടുത്ത സൈബർ ആക്രമണവും റിപ്പോർട്ടർ വിനീതയ്ക്കെതിരെ നടക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ 24 ന്യൂസ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരും അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ കേസെടുക്കുകയാണെങ്കിൽ റിപ്പോർട്ടർ വിനീത വിജി മാത്രമല്ല 24-ലെ ഞങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും ശ്രീകണ്ഠൻ നായർ പറയുന്നു. മാത്രമല്ല, സഞ്ചരിക്കുന്ന വാഹനത്തിന് പുറത്ത് റബ്ബർ ഷൂ കൊണ്ട് എയർ കിട്ടിയതിന്റെ പേരിൽ വധിക്കാൻ ശ്രമം നടത്തി എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ സർക്കാർ മാത്രമായിരിക്കുമെന്നും ഷൂ എയറിലൂടെ എങ്ങനെയാണ് വധശ്രമത്തിന് കേസെടുക്കാൻ സാധിക്കുക എന്നും ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നു. തൊഴിലെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തിനു മേലാണ് വാളെടുത്തിരിക്കുന്നതെന്ന് ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഒരു റബ്ബർ ഷൂ എറിഞ്ഞാൽ ഒരു കവചിതമായ ബസ്സിനുള്ളിൽ ഇരിക്കുന്ന ആളുകൾ പരിക്കേറ്റ് കൊല ചെയ്യപ്പെടുമെന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ പോലീസ് സേനയെന്ന ഖ്യാതി കേരള പോലീസിനാണെന്ന് ആർ ശ്രീകണ്ഠൻ നായർ 24 ലൈവിൽ പറഞ്ഞു. വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിൽ ജയിലിൽ പോകുന്നത്. മുഴുവൻ സഹപ്രവർത്തകരും അറസ്റ്റ് കൈവരിക്കുമെന്നും തങ്ങൾ ഡ്യൂട്ടിക്കിട്ട മാധ്യമപ്രവർത്തകയ്ക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ തങ്ങളിത് അടച്ചുപൂട്ടുമെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. വിഷ്വൽ എടുത്തോളൂ എന്ന് വിനീത ക്യാമറാമാനോട് പറയുന്ന ദൃശ്യങ്ങൾ ഓഡിയോ മ്യൂട്ട് ചെയ്ത് ഷൂ എറിയൂ എന്ന രീതിയിലേക്ക് മാറ്റിയും സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതേസമയം ആർക്കെതിരെയും ഒരു കാരണവുമില്ലാതെ കേസെടുക്കില്ലെന്നും മാധ്യമ റിപ്പോർട്ടർക്ക് കൃത്യമായി ഇതിൽ പങ്കുണ്ടെന്നുമാണ് മന്ത്രിമാരായ സജി ചെറിയാനും കെ രാജനുമൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഓടക്കാലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള ബസ്സിന് നേരെ ഷൂ എറിയുന്നത് റിപ്പോർട്ട് ചെയ്യാൻ 24 റിപ്പോർട്ടർ വിനീത വിജി എത്തിയിരുന്നു. ഈ വീഡിയോയിൽ നിന്ന് ക്യാമറാമാനോട് വിഷ്വൽ എടുക്ക് എന്ന് പറയുന്ന ഭാഗം മാത്രം അടർത്തിയെടുത്ത് ആ ഓഡിയോ മ്യൂട്ട് ചെയ്ത് പകരം ഷൂ എറിയൂ എന്ന് ഗ്രാഫിക്സ് ടെക്സ്റ്റ് നൽകിയാണ് സൈബർ ഇടങ്ങളിൽ വീഡിയോ പ്രചരിക്കുന്നത്. നവകേരള ബസ് തകർക്കാൻ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ പ്രതി ബേസിൽ വർഗീസും പ്രമുഖ ചാനൽ പ്രവർത്തകയും തമ്മിൽ നിരവധി ഗൂഢാലോചന നടന്നിരുന്നുവെന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് താഴെയാണ് വിനീത വിജിയുടെ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിച്ചത്. അതേസമയം നവകേരള സദസ്സിന്റെ വാഹനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൂ എറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ വിനീത വിജിക്കെതിരെ കുറുപ്പംപടി പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. IPC 120B കുറ്റകരമായ ഗൂഢാലോചന എന്ന വകുപ്പ് പ്രകാരമാണ് വിനീതയ്ക്കെതിരെ കേസ്. ഗുരുതര വകുപ്പുകൾ ചുമത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്ന് 24 ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് നിയമപരമായി തന്നെ നേരിടുമെന്നും ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി. 24 റിപ്പോർട്ടർ വിനീതയ്ക്കെതിരായ കേസ് തോന്നിയവാസമെന്നാണ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടത്. ഇല്ല ശ്രീകണ്ഠൻ നായർ, ഞാൻ വിശ്വസിക്കില്ല. പ്രായമായവരുടെ നേർക്ക് റബ്ബർ ചെരുപ്പെറിഞ്ഞാലും മരണപ്പെടും. അതിന് കൊലക്കുറ്റത്തിന് തന്നെ കേസെടുക്കണം. സ്വന്തം റിപ്പോർട്ടറുടെ കഴുത്തിന് പിടിവീണപ്പോൾ അങ്ങനെ 24ഉം തിരിഞ്ഞു. പോലീസിനെ ആരാണ് ഭരിക്കുന്നത് എന്നറിയാത്തതുപോലെയാണ് സംസാരം. എന്നാലും ആഭ്യന്തരനായ മുഖ്യനെ കുറ്റം പറയരുത്. ഈ മണ്ടത്തരം മുഴുവൻ കാണിക്കുന്നതും പറയുന്നതും പിണറായി. എന്നിട്ട് വെറുതെ പോലീസിന്റെ പുറത്തു കൊണ്ടുവയ്ക്കുന്നത് എന്തിനാണ്? കേരള സംസ്ഥാനം നിലവിൽ വന്നിട്ട് ഇതുവരെ ഇതുപോലുള്ള മണ്ടനായ ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ആഭ്യന്തരമന്ത്രി തന്നെയാണ് ഇത്തരം കേസ് ഉണ്ടാക്കിയത്. പരനാറി എന്നും പരനാറിയാണ്. അനുഭവം വരുമ്പോൾ മാത്രം മോങ്ങുന്ന ഒരു പ്രവണത ഈ ചാനലിന് മാത്രമല്ല, കേരളത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും ഇന്നുണ്ട്. ശ്രീകണ്ഠൻ നായർ, താങ്കളുടെ വാർത്ത കേട്ടാണ് പല ദിവസവും ഉണരുന്നത്. അതുകൊണ്ട് തന്നെ ഒരൽപ്പം ഇഷ്ടം താങ്കളോടുണ്ട്. അതില്ലാതാക്കരുത്. കൂടെയുള്ള ഒരാൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് ചെയ്തുവെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞതിനു ശേഷം ഇത്തരം പ്രതികരണം നടത്തുക. അല്ലാതെ ജനത്തെ വെല്ലുവിളിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ ഷൂ വലിച്ചെറിഞ്ഞാൽ അതിലൊരു പടക്കമുണ്ടായാലും മതി, ഒരു ഭീകര അന്തരീക്ഷമുണ്ടാക്കാൻ. ഇങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിൽ ശ്രീകണ്ഠൻ നായരുടെ പ്രസ്താവനയ്ക്ക് താഴെയുള്ള കമന്റുകൾ.